ലോകത്തിന്റെ ഊർജ്ജ നാഡിയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. ദശകങ്ങളായിട്ട് തുടരുന്ന ഉപരോധങ്ങളെയും ഭീഷണികളെയും അതിജീവിച്ച ഇറാൻ എന്ന കരുത്തുറ്റ രാഷ്ട്രം തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഏതൊരു വെല്ലുവിളിയെയും വകവരുത്താൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നാവിക ഉപരോധം ഒരു ജനതയെ പട്ടിണിക്കിടാനാണെങ്കിൽ അത് കടലിൽ തന്നെ മുക്കിക്കളയുമെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറും ഒരു വാക്കല്ല, മറിച്ച് തങ്ങളുടെ മണ്ണും മാനവും സംരക്ഷിക്കാനുള്ള ഒരു വിപ്ലവ ജനതയുടെ ഇച്ഛാശക്തിയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിന്റെ മുൻ കമാൻഡർ മുഹ്സിൻ റസായിയുടെ വാക്കുകളിൽ ആത്മവിശ്വാസത്തിന്റെ ആ കരുത്ത് ലോകം കേട്ടു. നിങ്ങളുടെ കപ്പലുകൾ ഞങ്ങളുടെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള മിസൈലുകൾ കൊണ്ട് ഞങ്ങൾ മുക്കിക്കളയും. അമേരിക്ക നടത്തുന്ന ഈ ഒരു നാവിക ഉപരോധം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകളിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായിട്ടുള്ള ആവശ്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായ നടപടികളുമായിട്ടാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ ഇറാനിയൻ സായുധ സേനയുടെ ഖത്തം അൽ അൽബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡർ മേജർ ജനറൽ അലി അബ്ദുല്ലാഹി നൽകിയ മുന്നറിയിപ്പ് വ്യക്തമാണ്. ഈ ഒരു ഉപരോധം തുടർന്നാൽ പേർഷ്യൻ ഗൾഫ് മുതൽ ചെങ്കടൽ വരെയുള്ള എല്ലാ വ്യാപാര പാതകളും നിശ്ചലമാകും. അത് ചെറിയൊരു വെല്ലുവിളിയോ ഭീഷണിയോ അല്ല. തന്റെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് കടൽ കടന്നു പോകാമെന്നത് വെറും മോഹം മാത്രമാണെന്നും ഇറാൻ തെളിയിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്രസ്താവനകൾ പരിശോധിച്ചാൽ അത് വെറും നാടകമാണെന്നും ഇതിലൂടെ തന്നെ കാണാം. ഹോർമസ് കടലിടുക്കിന്റെ കാവലാളാകാൻ താൻ വരുന്നുവെന്നും ചൈന തനിക്ക് പിന്തുണ നൽകുന്നുവെന്നുമുള്ള ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇറാന്റെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ വില പോയില്ല. ഇറാനിൻ മണ്ണിൽ കാലുകുത്താൻ ശ്രമിക്കുന്ന ഏതൊരു സൈനികനെയും ബന്ദിയാക്കുമെന്ന റസായിയുടെ വാക്കുകൾ അധിനിവേശ ശക്തികൾക്കുള്ള ശക്തമായിട്ടുള്ള താക്കീതാണ്. വിദേശ ശക്തികളുടെ ഒരു ഇടപെടലും തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഉള്ളത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുമെന്ന് ഓരോ ഇറാനിയൻ പൗരനും വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു പോരാട്ടം എന്ന് പറയുന്നത് കേവലം ഒരു അതിർത്തികളുടേതല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികളുടെ അഹങ്കാരവും ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ അഭിമാനവും തമ്മിലുള്ളതാണ്. ഇറാനിയൻ ഓയിൽ ടാങ്കറുകൾക്കും വാണിജ്യ കപ്പലുകൾക്ക് നേരെ അമേരിക്ക നടത്തുന്ന ഭീഷണികൾക്ക് അതേ ഭാഷയിൽ അല്ലെങ്കിൽ അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകാൻ ഇറാൻ സജ്ജമാണ്. അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും പോരാട്ട വീര്യവുമുള്ള സൈന്യവും ഇറാന്റെ പക്കലുണ്ട്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിൽ എന്തും സംഭവിക്കാമെന്ന് ലോകം ഉറ്റുനോക്കുമ്പോൾ നീതിയുടെ പക്ഷത്ത് നിന്ന് പോരാടുന്ന ഇറാന്റെ ഒരു പ്രതിരോധ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒന്നായി മാറും. ഈ സമാധാന ചർച്ചകളിൽ വിശ്വാസമില്ലാത്ത അമേരിക്കൻ ഭരണകൂടത്തിന് ഇറാൻ നൽകുന്ന മറുപടി കടലിലെ ഇടിമുഴക്കം പോലെ ശക്തമായിരിക്കും. അമേരിക്കൻ സൈനിക സാന്നിധ്യം മേഖലയിൽ അശാന്തി മാത്രമേ വിതച്ചിട്ടുള്ളൂ. ഹോർമുസ് കടലിടുക്ക് ഒരു രാജ്യത്തിന്റെ സ്വകാര്യ സ്വത്തല്ല എന്ന് ട്രംപ് ഓർക്കുന്നത് നന്നായിരിക്കും. സ്വന്തം ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ ഒരു ധീരമായിട്ടുള്ള പോരാട്ടം ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ആവേശമാണ്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു ജനതയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന വലിയ പാഠം ഇറാൻ വീണ്ടും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രതിസന്ധിയും മറികടന്ന് പേർഷ്യൻ ഗൾഫിന്റെ തീരങ്ങളിൽ ഇറാന്റെ വിജയക്കൊടി പാറുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ സംഘർഷം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെയാണ്. ലോക എണ്ണ വിതരണത്തിന്റെ വലിയൊരു വിഹിതം കടന്നു പോകുന്ന ഈ ഒരു പാതയിൽ ഗതാഗതം കുത്തനെ കുറഞ്ഞു. അത് പശ്ചിമേഷ്യ വല്ലാതെ ഉലച്ചിരുന്നു. എന്തായാലും ഇറാൻ അന്നും കടുത്ത നിലപാട് തന്നെയാണ് എടുത്തത്. അമേരിക്ക ഈ പാതയിൽ സ്വതന്ത്ര ഗതാഗതം ഉറപ്പാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മറുവശത്ത് ഇറാൻ അതിനെ തങ്ങളുടെ സുരക്ഷാ സ്വാധീന മേഖലയായിട്ട് കാണുന്നുണ്ട്. ഈ വിഷയത്തിൽ പുരോഗതി ഉണ്ടാകാതെ സമഗ്ര കരാർ അസാധ്യമാണ്. എന്തായാലും ഇറാൻ ലെബനാനെതിരായിട്ടുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അതിനെ സമാധാന ചർച്ചകളുടെ മുൻവ്യവസ്ഥയാക്കണമെന്ന നിലപാടിലുമാണുള്ളത്. പശ്ചിമേഷ്യയിലെ യാതൊരു സംഘർഷവും ഒറ്റപ്പെട്ടതല്ല എന്നത് ഇതിന് ഉദാഹരണമാണ്. അമേരിക്ക ഇറാൻ പ്രശ്നം, ഇസ്രയേൽ ലെബനൻ അതിർത്തി സംഘർഷം, ഗൾഫ് സുരക്ഷ, എണ്ണ വിപണി എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചർച്ചകൾ വെറും രണ്ട് രാജ്യങ്ങൾക്കിടയിലെ സംഭാഷണമല്ലാതെ മുഴുവൻ മേഖലകളുടെയും ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളായിട്ട് മാറുന്നത്. ഇപ്പോൾ ലോകം ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം പാകിസ്ഥാന് ശരിക്കും അമേരിക്കയും ഇറാനെയും ഒരുമിച്ച് കൊണ്ടുവരാനാകുമോ എന്നതാണ്. പക്ഷേ മറുപടി ലളിതമല്ല. പക്ഷേ ചില കാരണങ്ങൾ പ്രതീക്ഷ നൽകുന്നുണ്ട്. പാകിസ്ഥാൻ അമേരിക്കയുമായും ബന്ധമുണ്ട്. ഇറാനുമായിട്ട് അതിർത്തിയും തന്ത്രപ്രധാന ബന്ധവുമുണ്ട്. സൗദിയുമായിട്ടും ഗൾഫ് രാജ്യങ്ങളുമായിട്ടും അടുത്ത ബന്ധവുമുണ്ട്. അതായത് എല്ലാവരോടും സംസാരിക്കാൻ കഴിയുന്ന അപൂർവ സ്ഥാനം പാകിസ്ഥാനുണ്ട്. എന്നാൽ വെല്ലുവിളികളും അത്രത്തോളം വലുതാണ്.
വിശ്വാസക്കുറവ്, സൈനിക സമ്മർദ്ദം, ആഭ്യന്തര രാഷ്ട്രീയം, ഇസ്രയേൽ ഘടകം, ആണവ വിഷയ ഉപരോധങ്ങൾ ഇവയെല്ലാം ഏതൊരു കരാറിനെയും സങ്കീർണമാക്കുന്നു. ഏപ്രിൽ 22-നകം ഒരു പുരോഗതി ഉണ്ടാകാത്ത പക്ഷം വെടിനിർത്തൽ തകരാറിനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ, കടൽ ഉപരോധം, എണ്ണവില കുതിപ്പ്, ഓഹരി വിപണി ഇടിവ്, മേഖലയിലെ വ്യാപക അസ്ഥിരത എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ അടുത്ത കുറച്ച് ദിവസങ്ങൾ അത്യന്തം നിർണായകമാണ്. മറുവശത്ത് രണ്ടാം ഘട്ട ചർച്ചകൾക്ക് സമ്മതം ലഭിച്ചാൽ അതുതന്നെ വലിയ വിജയമായിരിക്കും. ഉടൻ സമാധാന കരാർ ഉണ്ടായിട്ടില്ല എങ്കിലും യുദ്ധം നിർത്തിവെക്കാനും വിശ്വാസ നിർമ്മാണ നടപടികൾ ആരംഭിക്കാനും കഴിയും. യുദ്ധം തുടങ്ങുന്നത് എളുപ്പമാണ്, പക്ഷെ അത് അവസാനിപ്പിക്കാൻ ധൈര്യവും ദൂരദർശിത്വവും രാഷ്ട്രീയ മനസ്സും വേണം. ഇപ്പോൾ ഇറാനിലും ഇസ്ലാമാബാദിലും ജിദ്ദയിലും അമേരിക്കയിലും നടക്കുന്നത് അത്തരമൊരു നിമിഷമാണ്. പാകിസ്ഥാൻ ഈ ഒരു ചരിത്രഘട്ടത്തിൽ നിർണായക മധ്യസ്ഥനാകുമോ അതോ ശ്രമം പരാജയപ്പെടുമോ എന്നത് ഈ അടുത്ത ദിവസങ്ങൾ കൊണ്ട് തീരുമാനിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒരു സംഘർഷത്തിന്റെ ഫലം പശ്ചിമേഷ്യയെ മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയും ഊർജ്ജ വിപണിയും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും സ്വാധീനിക്കും. അതുകൊണ്ടാണ് ഏപ്രിൽ 22 എന്ന തീയതി ഇനി ഒരു സാധാരണ ദിവസം അല്ലാത്തത്. ലോകം മുഴുവൻ കാത്തിരിക്കുന്ന നിർണായക ഡെഡ് ലൈൻ ആണിത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇറാന്റെ നിലപാട് എപ്പോഴും കടുത്തത് തന്നെയായിരിക്കും. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. അതായത് താൽക്കാലിക വെടിനിർത്തലിനിടെ ഇറാൻ തന്റെ ഭൂഗർഭ മിസൈൽ ബേസുകൾ വീണ്ടും തുറക്കുന്നതായിട്ട് സൂചിപ്പിച്ച് ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾക്കിടയിലും ഇത്തരം കേന്ദ്രങ്ങൾ ഇറാൻ പുനരാരംഭിക്കുന്നതായിട്ട് ഡെയിലി മെയിൻ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 6 ആഴ്ചകളോളം നീണ്ട കനത്ത ബോംബാക്രമണത്തിലൂടെ തുരങ്കത്തിലൂടെ പ്രവേശന കവാടങ്ങൾ അടച്ചിടാൻ എതിർനിര ശ്രമിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ യുദ്ധം താൽക്കാലികമായിട്ട് നിർത്തിവെച്ച സമയം ഇറാൻ ഈ ഒരു സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം പുനഃസ്ഥാപിക്കാൻ ഉപയോഗിക്കുകയാണ്. പുതിയ രഹസ്യാന്വേഷണ കണ്ടെത്തലുകൾ പ്രകാരം ഇറാൻ കേടാവുന്ന മിസൈലുകൾ ബങ്കറുകളിൽ വളരെ വേഗത്തിൽ കേടുപാടുകൾ തീർക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ ആക്രമണം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ഇറാന്റെ മറ്റൊരു കരുത്താണ്. യുഎസിന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ഇറാൻ ഇപ്പോഴും ഒരു വലിയ മിസൈൽ ശേഖരം നിലനിർത്തുന്നു എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ കേന്ദ്രങ്ങളിൽ ചിലത് ഗ്രാനൈറ്റ് പർവ്വതങ്ങൾക്ക് ഉള്ളിലായിട്ട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ സാധാരണ ബങ്കർ തകർക്കുന്ന ആയുധങ്ങളെ പ്രതിരോധിക്കാൻ ഇവയ്ക്ക് കഴിയും. ഈ ഒരു ഭൂഗർഭ ശൃംഖലകളിൽ സംഭരണ സ്ഥലങ്ങൾ, വിക്ഷേപണ കേന്ദ്രങ്ങൾ, മറഞ്ഞിരിക്കുന്ന പുറത്തെടുക്കാനുള്ള വഴികൾ എന്നിവ ബന്ധിപ്പിക്കുന്ന തുരങ്കങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഇറാൻ മൊബൈൽ ലോഞ്ച് സംവിധാനങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്. അവ വേഗത്തിൽ വിന്യസിക്കാനും പിൻവലിക്കാനും കഴിയും. ഇത് അവയെ കണ്ടെത്താനും നശിപ്പിക്കാനുമുള്ള ശ്രമങ്ങളെ സങ്കീർണമാക്കുന്നു. നിരവധി ലോഞ്ചറുകൾ നശിപ്പിക്കപ്പെട്ടതായിട്ട് US ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും യഥാർത്ഥ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഇറാൻ വ്യാജമായിട്ടുള്ള വിക്ഷേപണ സംവിധാനങ്ങളും മറഞ്ഞിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗിക്കുന്നതിനാൽ കൃത്യമായിട്ടുള്ള പരിശോധനയിലോ വിലയിരുത്തലോ ബുദ്ധിമുട്ടാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രാരംഭ തലത്തിൽ നിന്ന് മിസൈൽ വിക്ഷേപണങ്ങൾ കുറഞ്ഞെങ്കിലും അവ ഇപ്പോഴും തുടരുന്നുണ്ട്. ഡസൻ കണക്കിന് മിസൈലുകൾ ഇടയ്ക്കിടെ വിക്ഷേപിക്കുന്നു. ഇറാൻ ദിവസവും 50 മുതൽ 100 വരെ ഡ്രോണുകൾ മേഖലയിലുടനീളം വിന്യസിക്കുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും തടയപ്പെടുന്നു. ദീർഘകാല സംഘർഷം നിലനിർത്താനും യുദ്ധാനന്തര ചർച്ചകളിൽ സ്വാധീനം ചെലുത്താനും പ്രധാനപ്പെട്ട മിസൈൽ ശേഷികൾ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഇറാന്റെ തന്ത്രമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വളരെ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ ആവർത്തിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ആക്രമണങ്ങളും തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളും ആവശ്യമാണെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളുടെ വിപുലമായിട്ടുള്ള ശൃംഖല കണക്കിലെടുക്കുമ്പോൾ പർവ്വത പ്രദേശങ്ങളുടെ ഉപയോഗം കൂടുതൽ സംരക്ഷണം നൽകുന്നു. കട്ടിയുള്ള പാറകളുടെ പ്രതിരോധം ശക്തമായിട്ടുള്ള പരമ്പരാഗത ആയുധങ്ങളുടെ ഫലപ്രാപ്തിയെ ഗണ്യമായിട്ട് കുറയ്ക്കുന്നു. ഇറാന്റെ വിശാലമായിട്ടുള്ള ഭൂമിശാസ്ത്രവും അറിഞ്ഞിരിക്കുന്ന മിസൈൽ നഗരങ്ങളുടെ ശൃംഖലകളുടെയും ഫലമായിട്ട് അവശേഷിക്കുന്ന ലോഞ്ച് സംവിധാനങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഫലം ലഭിക്കില്ല എന്ന് സൈനിക വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. US വ്യോമാധിപത്യം നിലനിർത്തുന്നുണ്ട് എങ്കിലും ഇറാന്റെ ശേഷികൾ പൂർണ്ണമായിട്ട് നിർവീര്യമാക്കപ്പെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാനെ ഒരിക്കലും തോൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നതാണ്.